റീസെൻ്റ് ആയിട്ട് ഇൻസ്റ്റ എപ്പോൾ തുറന്നാലും കാണുന്ന ഒരു ഐറ്റം കൊതിമൂത്ത് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ കല്യാണ വീട്ടിലും അതേമാതിരി സൽക്കാരങ്ങളിലൊക്കെ ട്രെൻഡായിട്ടുള്ള ഇളനീർ പായസം ഉണ്ടല്ലോ, അതാണ് ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. രണ്ടെണ്ണത്തിൻ്റെ പൾപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്ന് ഇതായി ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 കപ്പ് തന്നെ ഇളനീർ വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 1/2 ലിറ്റർ പാല് തിളപ്പിക്കാൻ വെക്കുക. അത് നമുക്ക് തിളച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുകി വരണം കേട്ടോ. ഒരു 4-5 മിനിറ്റ് ഇതുപോലെ ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക. ഒരുപാട് അങ്ങ് കുറുക്കണം എന്നല്ല, ജസ്റ്റ് അതിൻ്റെ ആ ഒരു പാല് നല്ല തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. കണ്ടൻസ് മിൽക്ക് ഇല്ലെങ്കിൽ മുഴുവനായിട്ട് പഞ്ചസാര ചേർത്താലും മതി. കണ്ടൻസ് മിൽക്ക് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഒരു 4 ടേബിൾ സ്പൂണ് പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ ചേർത്തത് ഓപ്ഷണലാണ്. അത് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ചേർത്തിട്ടുണ്ടാവും. അതുകൂടി കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതും ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത ശേഷം വാങ്ങി വെക്കാൻ നേരം 1 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ ചേർത്തിട്ട് നമുക്ക് വാങ്ങി വെക്കാം. ഇനി തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്ത ശേഷമാണ് നമുക്കതിലേക്ക് ഈ ഒരു ഫ്ലഷ് അടിച്ചെടുത്തതും അതേപോലെ തന്നെ ഈ ഒരു ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇളനീറിൻ്റെ ഫ്രഷും ഒക്കെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ട കേട്ടോ. ചൂടോട് കൂടി ഇട്ട് കൊടുക്കരുത്. എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം കേട്ടോ കഴിക്കാനായിട്ട്. തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ ട്രൈ ചെയ്തോളൂ. പൊളിയായിട്ടാണ്.